your little homies wanna be like on my knees in the night, saying prayers in the street light. Been spending most of the night living in the gangster's paradise. വാട്ട് യു ഡൂയിങ്? അത് പിന്നെ ഞാൻ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? താൻ ഉറങ്ങിയില്ലായിരുന്നോ? നോ. എന്താ ഇവിടെ കിടക്കുന്നത്? ആദ്യം ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറ. അത് ഞാൻ വെറുതെ താഴോട്ട് വന്നതാ. ദാറ്റ്സ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചത് താൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അത് ഞാൻ താനിവിടെ കിടക്കുന്ന കണ്ടുകൊണ്ട് അടുത്ത് വന്നിരുന്നതാ. അപ്പോൾ ഇരുന്ന മാത്രമേ ഉള്ളൂ? അത് ഐ എം സോറി, ഞാൻ ജയ് ഉറങ്ങിയെന്ന് കരുതി ചെയ്തതാ. അപ്പോൾ എന്നെ നോക്കി പറഞ്ഞതോ? അതും കേട്ടോ? ഓടിയാലോ അങ്ങ്? എന്താ? ഒന്നുമില്ല, ഞാൻ പോവാം. വെയിറ്റ്. എന്തായാലും വന്നതല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? അന്ന് നൈറ്റ് എന്തിനായിരുന്നു എന്നെ കാണാൻ വന്നത്? അതപ്പ ചോദിച്ചില്ലല്ലോ, ഇനി എനിക്കൊന്നും പറയില്ല. ഇസാ. ഓ, അത് അന്ന് എന്നെ കോളേജിൽ ഒരാൾ കാണാൻ വന്നിരുന്നു. അപ്പോൾ ആ കാര്യം വെറുതെ ഇനി പപ്പയോട് പറഞ്ഞ് പപ്പയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ജയിനോട് പറയാൻ വന്നതാ. അപ്പോൾ കാണാം എൻ്റെ അടുത്ത് ചാടി കടിക്കാൻ വന്നു. ആളോ? അന്ന് ഞാൻ ഡെയിനെ അവിടെ നിർത്തിയിട്ടല്ലേ പോയത്? അതെ, ഡെയിനുള്ള ദിവസം തന്നെ അയാൾ വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്തൊക്കെയോയോ? നീ തെളിച്ച് പറഞ്ഞേ, ആരാ അത്? പേരെന്താ? പപ്പയുടെ ഫ്രണ്ടാണെന്നോ, പക്ഷേ എനിക്കെന്തോ അയാളുടെ ടോക്കിൽ അങ്ങനൊന്നും തോന്നിയില്ല. പേര് ഡെറിക് അങ്ങനെ പറഞ്ഞത്. വാട്ട്? ഡെറിക്? ഓ, എന്താ ചെയ്? എന്തു പറ്റിയേ? ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടും നീ ഇതെന്താ ഇതുവരെ ആരോടും പറയാതിരുന്നേ? അത് പിന്നെ അന്ന് ഈ കാര്യം പറയാൻ വന്നപ്പോൾ അല്ലേ ജയ് എന്നോട് പോകാൻ പറഞ്ഞേ, പിന്നെ ഞാനത് മറന്നുപോയി. ഇസ, ലിസൺ, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാനുൾപ്പെടെ ഇവിടെ ഉള്ള ഓരോരുത്തരും ഉള്ളത്. സോ ഇങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടായാലും നീ എന്നെ അറിയിക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി പറ, അന്ന് എന്താ ഉണ്ടായേ? അയാൾ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞേ? ജയ്, അയാൾ ആരാ? എന്നെ എന്തിനാ കാണാൻ വന്നേ? അത് നീ പറയണ്ട. ആൻഡ് കീപ് മീ ഇൻഫോംഡ് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. ഓക്കെ? ഓക്കെ. എന്നാലും അയാൾ ആരാ? ജയ്ക്ക് അറിയാവുന്ന പോലെ എനിക്ക് തോന്നേ, പക്ഷേ ജയ് അറിയില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പം പിന്നെ ഇത്രയും തിരക്കിയത്? ഓർ ഈസ് ഹി കെയർ ഫോർ മീ? ഏയ്, ജയ് പറഞ്ഞ പോലെ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ പപ്പ ജയിനെ നിർത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ടാവും. വാട്ടവർ, എന്തിലാവട്ടെ. പപ്പ, പപ്പ. ഇറങ്ങിയോ? അങ്കിൾ രാവിലെ വന്നോ? ഇല്ല മോളെ, ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. മോള് പോകാൻ ഇറങ്ങിയതാണോ? ഏയ് ഇല്ല, പോകാൻ ടൈം ആയില്ലല്ലോ അങ്കിൾ. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാ. എങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ നോക്ക്. അല്ല, ജേഡൻ അവിടെ? ജയ് താഴോട്ട് വന്നില്ലേ? എന്നാ ചിലപ്പോ റൂമിലാവും. ഇസമോളെ, എന്താ അങ്കിൾ? അന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? അതിനെപ്പറ്റി എനിക്കറിയില്ല അങ്കിൾ. ജേഡൻ ഒന്നും പറഞ്ഞില്ലേ അയാളെ പറ്റി? ഇല്ലല്ലോ. എന്താ അങ്കിൾ ചോദിച്ചേ? അത് പിന്നെ
എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു ചർച്ച? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഓരോന്ന് സംസാരിച്ചു നിന്നതാ. ഇവാൻ ഇനി എന്നാ തിരിച്ചു പോന്നേ? അതെന്താ അങ്കിൾ, എന്നെ പറഞ്ഞു വിട്ടിട്ട് അങ്കിളിന് കാര്യമായ എന്തോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്ത്? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞ അങ്കിൾ. അല്ല, നിങ്ങൾക്കിറങ്ങാൻ ടൈം ആയില്ലേ? സാർ എവിടെ? സാറിപ്പോ വരും. സേവിയർ, നമുക്കെന്നാ ഇറങ്ങാം. ഓക്കെ സാർ. ബൈ മോളെ, പപ്പ ഇറങ്ങാം. ഓക്കെ പപ്പ. നിങ്ങൾ ഇറങ്ങാറായോ? ഇല്ല, ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമേ. ഓക്കെ. നീ എന്തിനാ ഇന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞേ? എനിത്തിങ് സീരിയസ്? നമ്മൾ ഡെറിക്കിനെ അന്വേഷിച്ച് അവൻ്റെ സ്ഥലത്ത് പോയപ്പോൾ അതേ ടൈമിൽ അവൻ ഇസയുടെ അടുത്തുണ്ടായിരുന്നു. വാട്ട്? ഇസയുടെ അടുത്തോ? ഹൗ? ഇന്നലെ നൈറ്റ് ഞാൻ ഇസയോട് ചോദിച്ചു. അന്ന് എന്ത് പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഷൗട്ടായിന്ന്. അപ്പോഴവൾ പറയുന്നത് ഇത് പറയാനായിട്ട് അന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നേന്ന്. ഓ, ഇത് പറയാനായിട്ടായിരുന്നോ? എന്നിട്ട് ഇത്രയും ദിവസം എന്നാ പറയാൻ ഞാൻ? അന്നത്തെ എൻ്റെ മൂഡ് കാരണം ഞാൻ അവളോട് കുറച്ച് ഹാർഷായാണ് ബിഹേവ് ചെയ്തത്. സോ അതുകൊണ്ട് അവളും പിന്നെ ഇതിനെപ്പറ്റി എന്നോട് സംസാരിച്ചില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, അവൻ ഇസേനെ മീറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്താ ഉണ്ടായേ? അവൻ ഇസയോ വല്ലോ? അവക്കൊന്നും പറ്റിയില്ല. പിന്നെ പറയാത്തത് മേ ബി സിറിയക്കിനെ ഓർത്തിട്ടാവും. എന്നാലും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അവൻ അവളെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോകണമെങ്കിൽ ഹീ ഈസ് പ്ലാനിങ് സംതിങ്. ഡെഫിനറ്റ്ലി. സോ വി നീഡ് ടു ഡിസ്കസ് ദാറ്റ്. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഷുവറാണ്, അവനെ ഹെൽപ്പ് ചെയ്യാൻ പുറത്താരും ഉണ്ട്. അതും നമ്മളുടെ നീക്കങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ. ആൻഡ് ഡെറിക്കിന്റെ ഇപ്പോഴത്തെ ആവശ്യം അത് ഇസയാണല്ലോ. അവൾക്ക് വേണ്ടിയാവും ഡെറിക്ക് ഇപ്പോൾ അവൻ്റെ കൂടെ നമ്മൾക്കെതിരായി നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവൻ അന്നവളെ ഒന്നും ചെയ്തില്ല? ഇപ്പോൾ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവനിപ്പോൾ മറ്റവന്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ ഇസയെ കാണാൻ ചെന്നത് അത് നമ്മൾക്കുള്ള ഒരു വെല്ലുവിളിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവന് വേണ്ടത് അവൻ സ്വന്തമാക്കും എന്നുള്ള വെല്ലുവിളി. ഇൻ ഹിസ് ഡ്രീംസ് അങ്ങനെ എന്നെ തോൽപ്പിച്ച് അവളെ കൊണ്ടുപോകാൻ അവനെന്നല്ല ഒരുത്തനും കഴിയില്ല. ചേടൻ, ഇപ്പൊ വേണ്ടത് അവനെ നമുക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കണം. അതും അവനായി തന്നെ വരണം. യെസ്, ഇനി ഒരു വീഴ്ച നമുക്കുണ്ടാകാൻ പാടില്ല. ഏതൻ, നമുക്കിനി അധികം ടൈം കളയാനില്ല. സോ കീപ് സെർച്ച് ഫോർ ഹിം. യാ. എന്തായി പറഞ്ഞ കാര്യം? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. വേണ്ടുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്തോളാം. പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീണ്ടും അതുപോലെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. യാ, ഐ നോ. ആൻഡ് ഇസയെ എന്ന് എൻ്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് തീരും നമ്മൾ തമ്മിലുള്ള ഈ ഡീൽ. അത് ഞാൻ നിനക്ക് എന്ന് ഉറപ്പല്ലേ? ഇസ അവൾ നിനക്കുള്ളതാ. ഡോണ്ട് വെറി. ഇസ, മറക്കണ്ട, നാളെ അതും കൊണ്ടേ ഇങ്ങോട്ട് വരാവൂ. ഓക്കെ, ഞാൻ മറക്കില്ല. നിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഞാൻ നൈറ്റ് ഒന്നുകൂടെ മെസ്സേജ് ഇടാം. ഓക്കെ. ഹലോ ചേച്ചി. എന്താ? ചേച്ചിയുടെ നെയിം ഇസ എന്നാണോ? അതെയല്ലോ. എന്താ കാര്യം? അത് പിന്നെ അവിടെ നിന്നൊരാൾ ഇത് ചേച്ചിക്ക് തരാൻ പറഞ്ഞു. ഇതെന്താ, റോസോ? കൂടെ ഒരു ലെറ്ററും ഉണ്ടല്ലോ. ഇത് വല്ല ലവ് ലെറ്ററും ആവും. നീ നോക്കിയത്? ഒന്ന് പോയേ മിയ. എന്തായാലും നീ നോക്ക്. ദേ, ചേടൻ വരുന്നു. ഇസ, വാ പോവാ. ഓക്കെ മിയ, പോവാണേ.
ഇതെന്താ കയ്യിൽ? ഇതോ? റോസ്. കൊള്ളാല്ലേ? നിനക്കിത് എവിടുന്ന് കിട്ടി? അതോ ഒരു കുട്ടി കൊണ്ട് തന്നെയാ. കുട്ടിയോ? ഏതു കുട്ടി? ചേടാ, ഇതിപ്പോ എന്തൊക്കെ അറിയണം? അത് ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു കുട്ടി കൊണ്ട് തന്നതാ. എന്തേ, ജയിക്ക് വേണോ? എന്ത്? ഏയ്, ഒന്നുമില്ല. ആ ഡെയിൻ കം. എന്താ ഞാൻ പറഞ്ഞ കാര്യം? സാർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇത് നമ്മൾ രണ്ടും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഓക്കെ? ഓക്കെ സാർ. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ, ടൈം എത്രയായി? ഓ, 11 മണി കഴിഞ്ഞോ? ഇത് ഇതാ കുട്ടിയെന്ന ലെറ്റർ അല്ലേ? ഓ, ഞാനത് ബാഗിലെടുത്ത് വെച്ചായിരുന്നല്ലേ, മറന്നു. എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ഹേ ബേബി ഗേൾ, ഫോർഗോട്ട് മീ? അങ്ങനെ പെട്ടെന്ന് മറക്കുന്നതല്ലല്ലോ ഈ മുഖം, അല്ലേ? മറന്നാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനായി ഇതുപോലെ ഓരോ വഴിയും ഞാൻ കണ്ടെത്തും. ഇനി അധികം നാളും നീ അവർക്കൊപ്പം ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ എൻ്റെ അടുക്കൽ വന്നു ചേരും. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇനി ആരൊക്കെ ശ്രമിച്ചാലും അവരുടെയൊക്കെ അവസാനം ഈ ഡെറിക്കിൻ്റെ കൈ കൊണ്ടാവും. ആൻഡ് യു നോ സംതിങ്? നിന്റെ ബോഡി ഗാർഡിനെ കൊല്ലാൻ ശ്രമിച്ചതും ഞാൻ തന്നെ. ഒരിക്കൽ മിസ്സായെന്ന് കരുതി ഇനി അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുവരെ നീ നിന്റെ പപ്പയുമായി സന്തോഷത്തോടെ കഴിഞ്ഞു. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഐ വിൽ കിൽ എനിവൺ ഹൂ ട്രൈസ് ടു ബ്ലോക്ക് മൈ പാത്ത്. ഐ നീഡ് സം ടൈം. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സോ പറ്റിയ ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ. പിന്നെ ഇസ് അറിയാതെ വേണം ചെയ്യാൻ. അറിഞ്ഞാൽ അവൾക്ക് ഡൗട്ടാവും. ഐ നോ. ഏതൻ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ ഇസ. ജയ്, ഇസ, എന്താ പറ്റിയേ? താൻ എവിടെ ഇപ്പോ? ജയ്, ഞാൻ റൂമിൽ. ഏയ്, ഡോണ്ട് ക്രൈ. ഞാൻ ദാ എത്തി. ഇസ, ഏയ് ഒന്നുമില്ല. എന്താ കാര്യം? ഏയ്, താൻ കരയാതെ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ആരും ഇവിടെയും കൊണ്ടുപോകില്ല. ആരാ ഇത്? ഇയാൾ ആരാ? എന്തിനാ എന്നെ? പറ ജയ്. അത് ഇപ്പം താൻ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഈ ലെറ്ററിൻ്റെ കാര്യം അത് മറന്നേക്ക്. ആൻഡ് നിനക്ക് ഒന്നും ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ. ഇസ, ആർ യു ഓക്കെ? ഇനി പോയി കിടക്ക്. ആൻഡ് ഡോണ്ട് തിങ്ക് ടു മച്ച്, ഓക്കെ? ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പപ്പയോട് ഇത് പറയണ്ട. ഇതറിഞ്ഞ പപ്പ ടെൻസ്ഡ് ആവും. സോ പ്ലീസ് ചെയ്. ഓക്കെ? പ്രോമിസ്? പ്രോമിസ്. ഇനി പോയി കിടക്ക്. ഓക്കെ. ജയ്, താങ്ക് യു. ഇസ, നീ പോവാൻ ഇറങ്ങിയതാണോ? ഏയ് ഇല്ല പപ്പ, ഞാനിന്ന് പോകുന്നില്ല. അതെന്ത് പറ്റി? സാധാരണ എത്ര വയ്യായ്ക ഉണ്ടായാലും ക്ലാസ്സിന് പോകാൻ മടി കാണിക്കുന്നതല്ലല്ലോ.
എന്തു പറ്റി നിനക്ക്? അത് പിന്നെ എനിക്ക് ഭയങ്കര തലവേദന. തലവേദനയോ? എന്നാ വാ ഹോസ്പിറ്റലിൽ പോവാം. ഏയ് വേണ്ട പപ്പ, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ആർ യു ഷുവർ? യെസ് പപ്പ, ഞാൻ പോയി കിടക്കട്ടെ. ഓക്കെ, നീ റെസ്റ്റ് എടുക്കുന്ന. എന്തെങ്കിലും ആവശ്യമുണ്ടേ മെയ്ഡിനെ വിളിക്കണം കേട്ടോ. ആ പപ്പ, ഓക്കെ. എന്താ ചെയ്യടാൻ, എന്തെങ്കിലും പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഓക്കെ സേവിയർ, ബാ നമുക്ക് പോവാം. ലൂക്ക, ആ നീ വന്നോ? എന്താ ലൂക്ക, അവനെപ്പറ്റി വല്ലതും അറിയാൻ കഴിഞ്ഞോ? ഏയ് കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ പറഞ്ഞായിരുന്നല്ലോ. ആൻഡ് ഇപ്പോൾ വിളിപ്പിച്ചത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനല്ല. ഹാ പിന്നെന്താ, നമ്മൾ മാറ്റിവെച്ച പുതിയ പ്രോജക്റ്റ് അത് വൈകാതെ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള പാർട്ടി അതും ഉടനെ നടത്തണം. ആ ഉടനെയോ? ഉടനെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്കിത് നടത്തണം. ആൻഡ് അതിൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആൻഡ് ഈ ഇൻഡസ്ട്രി ഫെയിമിൽ നിൽക്കുന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ഇതെന്താ ലൂക്ക് ഇത്ര പെട്ടെന്ന്? ഹാഫ് ഇയറിലേക്ക് നമ്മളിത് പെൻഡിങ്ങിൽ വെച്ചതല്ലേ? യാ, ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓക്കെ, ബട്ട് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ദിവസം അധികം ഇല്ലല്ലോ. അതിനെന്താ, നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും അല്ലല്ലോ ഇത്. യാ ഐ നോ. ഓക്കെ, നീ എന്നാ ചെല്ല്. 1 o'clock ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ടീം മെമ്പേഴ്സിനെ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ സിരേഖ്, don't forget to bring Isa to the party. Luca, are you planning something? ഇനിയുള്ള കളികൾ വളരെ ശ്രദ്ധിച്ചു വേണം. നമ്മുടെ എതിരാളികളൊട്ടും നിസ്സാരക്കാരല്ല. ഐ നോ, ബട്ട് എനിക്ക് വേണ്ടത് എന്തായാലും ഞാൻ സ്വന്തമാക്കും ഉടനെ തന്നെ. അതിനുള്ള കളികൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. തനിക്ക് വേണ്ടത് അവൻ കൈക്കലാക്കി വെച്ചേക്കുന്ന സ്വത്തുക്കളല്ലേ? ബട്ട് എനിക്കങ്ങനെയല്ല. എൻ്റെ ലക്ഷ്യം അത് അവളാണ്. അത് നേടിത്തരാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവസാനം അവൻ എന്നെ ചതിച്ചതുപോലെ നിങ്ങൾ എന്നെ ചതിച്ച പിന്നെ ഈ ഡെറിക്കിൻ്റെ പൂർണ്ണമുഖം നിങ്ങൾ എല്ലാവരും കാണും. അത് ഞാൻ നിനക്ക് തന്ന വാക്കല്ലേ? ഉറപ്പായും അവൾ നിനക്കുള്ളത് തന്നെ. ആൻഡ് ചീടൻ, എൻ്റെ വഴിക്ക് ഇപ്പം തടസ്സമായി നിൽക്കുന്നത് അവനാണ്. ഐ വാണ്ട് ടു കിൽ ഹിം. ഇസ, ഉറങ്ങാണോ നീ? ഏയ് ഇല്ല പപ്പ, ഉറങ്ങിയിട്ടില്ല. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ടോ? ആ പപ്പ, ഐ എം ഓക്കെ നൗ. നിനക്ക് എന്താ പറ്റിയേ? രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം, പഴയ പോലെ ഒരു ഉഷാറില്ലല്ലോ. ഏയ് അത് പപ്പയ്ക്ക് തോന്നുന്നതാ. ഞാൻ എന്താ ഓക്കെ ആയല്ലേ ഇരിക്കുന്നേ. എന്നാ ഓക്കെ. പിന്നെ പപ്പ വന്നത് ഞാനൊന്ന് പുറത്ത് പോവാ. നൈറ്റ് കാണില്ല ഇവിടെ. ഹാ, പപ്പ എവിടെ പോവാ? അതും ഈ സമയത്ത്? അത് പിന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിൽ കുറച്ചധികം ഇഷ്യൂസ് മാനേജ് ചെയ്യാനുണ്ട്. സോ ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് പപ്പ ബിസി ആവും. ഹാ പപ്പ. ഏയ് ഡോണ്ട് വെറി, പപ്പ ഇതുപോലെ ഓരോരോ ബിസിനസ് ആവശ്യത്തിന് മാറി നിന്നിട്ടുള്ളതല്ലേ, പിന്നെന്താ. ഹാ പപ്പ, ഐ നോ. പപ്പ പോയിട്ട് വാ. പിന്നെ ഒരു കാര്യം, പപ്പ മോളോട് അന്നൊരു പാർട്ടിയെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? ഹാ പപ്പ, ഓർമ്മയുണ്ട്. പപ്പ പോസ്റ്റ്പോൺ ചെയ്തതല്ലേ? അത് തന്നെ. ഇപ്പോൾ അതിൻ്റെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പാർട്ടി നെക്സ്റ്റ് വീക്കിൽ തന്നെ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഇസ, ഇനിയും മാറ്റി വെക്കാതെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നീ ഉണ്ടാവണം പാർട്ടിക്ക്. ഹാ, അത് പിന്നെ ഞാൻ വരണോ പപ്പ? നീയും വരണം. പപ്പയും ചേട്ടനും ഇവാനും ഒക്കെ ഉണ്ടല്ലോ. സോ മോള് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഹാ പപ്പ. എന്താ ഇസ, മോൾക്ക് വരാൻ താല്പര്യമില്ലേ? വരണ്ട. ഏയ് അങ്ങനെയല്ല പപ്പ. ഓക്കെ, മോളെന്നാ കിടക്ക്. പപ്പ ഇറങ്ങുക. നാളെ ഈവനിങ്ങേ വരൂ. ഓക്കെ പപ്പ, ലവ് യു.
ഉം, എന്താ ഇസ? അത് പിന്നെ ഉം, എന്താ കാര്യം? ഷാൽ വി ഗോ ഔട്ട് ഫോർ എ വൈൽ? ഹാ, ഈ ടൈമിലോ? യെസ്, ഇന്ന് പുറത്ത് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നല്ലേ, സോ ഒന്ന് പുറത്ത് പോകാൻ തോന്നുന്നു. പ്ലീസ് ചെയ്, എന്നെ ഒന്ന് കൊണ്ടുപോകും. നോ ഇസ, ആൻഡ് സാറിനോട് പെർമിഷൻ ചോദിക്കാതെ എനിക്കിനി കൊണ്ടുപോകാൻ പറ്റില്ല. ഏയ്, പപ്പയോട് ചോദിക്കണ്ട, പപ്പ അറിയാതെ പോയിട്ട് വരാം. എന്താ? നാളെ ക്ലാസ് ഇല്ലേ നിനക്ക്? അപ്പോൾ പുറത്തിറങ്ങാലോ. പിന്നെ ഈ നൈറ്റ് തന്നെ പുറത്ത് പോകണമെന്നെന്താ? എനിവേ, എനിക്ക് പറ്റില്ല. ജയ് വന്നില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോകും, നോക്കിക്കോ. പ്ലീസ് ജയ്, ഈ ഒരു വട്ടത്തേക്ക് മാത്രം. കുറേ നാളായി ഇങ്ങനെ നൈറ്റൊക്കെ പുറത്ത് പോയിട്ട്, സോ പ്ലീസ്. ഹാ, ഓക്കെ, ബട്ട് അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഹാ, ഓക്കെ, താങ്ക് യു ജയ്. Going out tonight changes into something red. Her mother doesn't like that kind of dress. Everything she never had, she's showing up. Driving too fast, moon is breaking through her hair. She's heading for something that she won't forget. Having no regrets is all that she really wants. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. ഇസ, ഇസ, ആ, എന്താ? താനിത് എന്തോ ആലോചിച്ചിരിക്കുക? ഏയ് ജയ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തൻ്റെ പേരൻസ് ഒക്കെ എവിടാ? തേർഡായിട്ട്. ഐ എം സോറി, ഞാൻ ഹാ, എന്തിന്? അത് പിന്നെ ജയ് അവരെ മിസ് ചെയ്യുന്നില്ലേ? തൻ്റെ പേരൻസിനെ താൻ മിസ് ചെയ്യാറില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അവർ മരിക്കുന്നത്. അവരെ ഞാൻ മിസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓർമ്മകളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ആൻഡ് അന്ന് തൊട്ട് അവരുടെ 2 പേരുടെയും കുറവുകൾ അറിയിക്കാതെയാണ് പപ്പ എന്നെ നോക്കിയത്. ഹീസ് ലൈക്ക് മൈ ഫാദർ, മദർ, ബ്രദർ, ഫ്രണ്ട് ആൻഡ് എവറിത്തിങ്. ജയ്, ഹാ, പപ്പ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ പോലെ അല്ല പപ്പ, എന്തൊക്കെയോ ഉള്ളിലിട്ട് നടക്കുന്ന പോലെ. ഞാൻ കാരണമാണോ അത്? ഹേയ്, ഡോണ്ട് തിങ്ക് ടു മച്ച്. അങ്ങനെയൊന്നും അല്ല. മേ ബി വർക്ക് ഇഷ്യൂസ് കാരണമുള്ള സ്ട്രെസ്സും ഉണ്ടാവും. ഏയ്, അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. എന്ത്? ഞാൻ പറഞ്ഞു, വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കാതെ നീ നിന്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. താനിങ്ങനെ ഗ്ലൂമിയായി ഇരുന്നാൽ തൻ്റെ പപ്പയ്ക്കാവും കൂടുതൽ ഹേർട്ടാവുക. മതി ഇവിടെ ഇരുന്നത്, വാ പോവാ. ജയ്, can I hug you? I feel secure in your presence. Please don't leave me, Jay. ഇസ, വാ പോവാ. Don't trust me, Isa. I will leave you soon. ഇസ നിൽക്ക്, ഞാൻ പോയി ഈ അസൈൻമെൻറ്റ് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് വരാം. ആ മിയ. നീ വരുന്നോ അങ്ങോട്ട്? ഏയ്, എനിക്ക് വയ്യ, നീ പോയിട്ടോ, ഞാൻ ഇവിടെ കാണാം. ഓക്കെ.
ഓക്കെ ഡാൻ. ഇനി എന്തെങ്കിലും ഉണ്ടേ ഞാൻ വിളിക്കാം. ചേക്കെ, ഞാനിപ്പോൾ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. സോ നീയും വരണം കൂടെ. ഹാ ഓക്കെ. ഹലോ. ഹാ ഓക്കെ, ഞാൻ എന്താ വരുന്നു. എന്താ, എന്തു പറ്റി? അത് ഇസയ്ക്ക് കോളേജിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ്. സോ അവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഓ ആണോ, എങ്കിൽ നീ പെട്ടെന്ന് ചെല്ല്. ചേക്കെ, വെയിറ്റ്. നീ ഇതെവിടെ നോക്കിയാ നടക്കുന്നേ? കാലും കൈ ഒടിയാഞ്ഞത് ഭാഗ്യം. അത് പിന്നെ ആ കുട്ടി വന്ന് തട്ടിയോണ്ടല്ലേ, അല്ലാതെ ഞാനായിട്ട് വന്ന് വീണയല്ലല്ലോ. ആ, ഇനി അതിനെ പറ. നീ ഇപ്പം എന്തിനാ ഫോൺ എടുത്ത് ജീനെ വിളിക്കാൻ പോയേ? അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ. പിന്നില്ലാതെ ഈ കാലും വെച്ചോണ്ട് നീ വൈകിട്ട് വരെ ഇരിക്കൂ? ചെറുതായി ഒന്ന് മസിൽ വലിഞ്ഞതല്ലേ ഉള്ളൂ, അത് കുറച്ച് കഴിയുമ്പോൾ മാറില്ലേ? ആ മാറും. അതിന് റെസ്റ്റ് എടുക്കണം. അതുകൊണ്ടാ ജേഡനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ ശരി. ഏയ് ഇസ, എന്താ പറ്റി? എന്നോട് ക്ലാസ്സിലൊരു സ്റ്റുഡന്റ് വന്ന് പറഞ്ഞപ്പോഴാ കാര്യം അറിഞ്ഞേ. എങ്ങനെ വീണതാൻ? അത് സാർ ഒന്നുമില്ല, കാല് ചെറുതായിട്ട് സ്ലിപ്പായതാ. സൂക്ഷിച്ച് നടക്കേണ്ടായിരുന്നോ? ഇനിയിപ്പോ ക്ലാസ്സിലിരിക്കുന്നോ താൻ? ഏയ് ഇല്ല സാർ, അവളെ ഇപ്പോൾ വിളിക്കാൻ ആൾ വരും, വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാൻ. ആരാ വരുന്നേ? അതെൻ്റെ ഫ്രണ്ട് വരും. ഓക്കെ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ സാർ. സാർ, ഇസയുടെ ഗാർഡിയൻ വന്നിട്ടുണ്ട്.